സംവിധായകൻ ഷാഫിക്ക് വിട. സംവിധായകൻ ഷാഫി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. 2001 വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും ഉൾപ്പെടെ 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മൃതദേഹം എളമക്കരയിലെ വീട്ടിലെത്തിച്ചു. അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിനിലേക്ക് ആദ്യം പോകുന്നു. അശ്വിൻ, ചെയ്ത ചിത്രങ്ങളൊക്കെയും ബ്ലോക്ക് ബസ്റ്ററാണ്, അതോടൊപ്പം തന്നെ ചിരിപ്പടങ്ങളാണ്. അത് ഇപ്പോഴാണ് ഈ ചിത്രങ്ങളുടെ നീണ്ട ലിസ്റ്റ് കാണുമ്പോൾ ഇതൊക്കെയും ഷാഫി ചെയ്ത ചിത്രങ്ങളായിരുന്നല്ലോ എന്നുള്ള നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു സങ്കടകരമായ ഓർമ്മയായി മാറുന്നുണ്ട്. വീട്ടിലേക്ക് മലയാള സിനിമയിലെ പ്രമുഖർ ആരൊക്കെയാണ് എത്തിച്ചേരുന്നത്? സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായോ? ഹാഷ്മി, ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ മൃതദേഹം എളമക്കരയിലുള്ള അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി കലൂർ മണപ്പാട്ടിപ്പറമ്പിലുള്ള സഹകരണ ബാങ്കിന്റെ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ 12 മണി വരെ പൊതുദർശനമുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം വീട്ടിലും പൊതുദർശനം നടക്കുന്ന സ്ഥലത്തുമായി എത്തി പ്രിയപ്പെട്ട സംവിധായകന്, പ്രിയപ്പെട്ട ഷാഫിക്ക് അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം 4 മണിയോടുകൂടിയാണ് കലൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുക. എന്തായാലും വീട്ടിലേക്ക് നിലവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളടക്കമുള്ള ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ആളുകളുടെ വലിയ തിരക്ക് വീട്ടിലുണ്ട്. ഈ മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണ്, മലയാളത്തിന് തന്നെ വലിയ തീരാനഷ്ടമായി ഷാഫിയുടെ വിയോഗം മാറുന്നുണ്ട്. ഹാഷ്മി ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2001 അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി മാറുന്നത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് 90കളുടെ ആദ്യം മുതൽ മലയാള സിനിമയിൽ അദ്ദേഹം സജീവമാണ്. രാജസേനൻ്റെ ദില്ലിവാല രാജകുമാരൻ്റെ സഹസംവിധായകനായി ഈ മലയാള സിനിമാ മേഖലയിലേക്ക് കാലെടുത്തു വെച്ച ഷാഫി പിന്നീട് ഒരുപടി ചിത്രങ്ങളിൽ സഹസംവിധായകനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിലൊക്കെ, റാഫിയുടെയും മെക്കാട്ടിൻ്റെയും ഒക്കെ കൂട്ടുകെട്ടിൽ പിറന്ന നിരവധി ചിത്രങ്ങളുടെ സഹസംവിധായകനായും അസോസിയേറ്റായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചില മേക്കപ്പ്മാരടക്കം ചില ചിത്രങ്ങളുടെ കഥ തിരക്കഥയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. നിർമ്മാണ രംഗത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പിന്നീടാണ് ഈ 2001 തുടക്കത്തിൽ അദ്ദേഹം വൺമാൻ ഷോ എന്ന മലയാള ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറുന്നത്. പിന്നീട് ഓരോ വർഷവും 2001 മുതൽ മുന്നോട്ടുള്ള ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് ചിത്രമുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. കാരണം 2002 കല്യാണരാമൻ ഉണ്ടാകുന്നത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം പുലിവാൽ കല്യാണം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ, അതിപ്പോൾ ഹാഷ്മി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ചിത്രമൊക്കെ നമ്മൾ നിരന്തരം കാണുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതുമായ ചിത്രങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സംവിധാനം ഷാഫിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ്. ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ കാണാത്ത ചിത്രമൊന്നും, മലയാളി ഒരു തവണ പോലും കാണാത്ത ഒരു ചിത്രവും ഈ ഷാഫി സംവിധാനം ചെയ്ത 18 ചിത്രങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ്. അതിലും അത്രയേറെ ഹിറ്റ് മേക്കറാണ് ഇപ്പോൾ മലയാളിയെ വിട്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി, ഈ മാസം 16-ാം തീയതിയാണ് അദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു. അടിയന്തര ശസ്ത്രക്രിയ മസ്തിഷ്കത്തിൽ നടത്തേണ്ടി വരുന്നു. അത് നടത്തിയതിനു ശേഷവും ഒരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോയത്. പിന്നീട് മരുന്നുകളോട് പ്രതികരിക്കുന്നതിലൊക്കെ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ 12:25 അർദ്ധരാത്രി 12:25 മരണം സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇന്നും അവരടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ പ്രധാന ആളുകൾ ഇവിടേക്ക് എത്തും. നമ്മൾ 2001 അദ്ദേഹത്തിൻ്റെ ആദ്യ പടം പറഞ്ഞു. 2022 മലയാളത്തിൽ അവസാനമായി അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് ഷറഫുദ്ദീനെ നായകനാക്കിയുള്ള ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ്. അങ്ങനെ സമീപ ഭാവിയിൽ 2018 അതിനു മുമ്പൊരു ചിത്രം വന്നിരുന്നു, ഷെർലക് ടോംസ് അടക്കം, ഒപ്പം ചിൽഡ്രൻസ് ഹോം അടക്കം ഈ പുതുതലമുറയിലെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായ സംവിധാനത്തിൽ പുറത്തു വന്നതാണ്. എന്തായാലും ഈ ചിത്രമൊക്കെ അവസാനിക്കുമ്പോൾ ഒരു ഷാഫി ചിത്രം എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അത് മലയാളിക്ക് അത്ര പ്രിയപ്പെട്ടൊരു ടൈറ്റിൽ കാർഡായി മാറിയത് അത്രത്തോളം ജനപ്രിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഈ ഷാഫി ചിത്രം എന്നുള്ളൊരു പേര് പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാതെ ഫാമിലിയായി തന്നെ ഈ തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്നൊരു കാലം, അത് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സംവിധായകരിൽ ഏറ്റവും പ്രധാനി ഷാഫിയാണ് എന്നുള്ളതൊക്കെ ഇന്ന് മലയാള സിനിമാ ലോകം ഓർത്തെടുക്കുന്നൊരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു കാലം, ഈ പുലിവാൽ കല്യാണവും കല്യാണരാമനും ഒക്കെ ഇറങ്ങിയൊരു കാലം ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ഈ ഷാഫിയുടെ വിയോഗത്തോടു കൂടി ചർച്ചയാകുന്നുണ്ട്. ഹാഷ്മി, എന്തായാലും 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒപ്പം 9 മണി മുതൽ 12 മണി വരെ മണപ്പാട്ടിപ്പറമ്പിലുള്ള സഹകരണ ബാങ്കിൻ്റെ ഹാളിൽ പൊതുദർശനവും നടക്കും.
അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. മണവാളനടക്കം നമ്മുടെ ഓർത്താൽ തന്നെ ഒരു ചിരി ഊർന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഒന്നോണം മീമിൽ കൂടിയും ട്രോളിൽ കൂടിയും അല്ലാതെയും ഒക്കെ കാണുന്ന എല്ലാ ഷാഫിയുടെ കഥാപാത്രങ്ങളെ ഓർക്കാത്ത ഒറ്റ ദിവസം പോലും നമുക്കുണ്ടാവില്ല. എന്തായാലും അതൊക്കെ ആ ചിരി ഊറുന്ന കഥാപാത്രങ്ങളെ ബാക്കിയാക്കി അതിൻ്റെ കർത്താവ്, അതിൻ്റെ സംവിധായകൻ യാത്രയാവുകയാണ്. അപ്പോൾ ഉറപ്പായും മലയാള സിനിമ 56 വയസ്സെന്ന് പറയുന്ന വലിയ പ്രായമല്ല. അപ്പോൾ അത് അങ്ങേയറ്റം അകാല വിയോഗമാണ് എന്ന് ഉറപ്പായും പറയാം.